അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു 8 ഇഞ്ച് ഊഫറിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ള, റിവ്യൂ ചെയ്യുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു 3 ഊഫർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് ഇത് വന്നിട്ട് നമ്മളെ സീറ്റൻ്റെ ഊഫറാണ്, 8 ഇഞ്ച് ഊഫർ. പിന്നെ വരുന്നത് ഓഡിയോ എക്സ് ആണ്. ഓഡിയോ എക്സിൻ്റെ ഒരു 8 ഇഞ്ച് ഊഫർ വരുന്നുണ്ട്. പിന്നെ ഉള്ള അവാർഡാണ്, അവാർഡിൻ്റെ 8 ഇഞ്ച് ഊഫർ. ഇത് മൂന്നാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡിൻ്റെ 4 ohms 80 വാട്ടാണ് വരുന്നത്. പിന്നെ ഓഡിയോ എക്സിൻ്റെതും അതുപോലെ തന്നെ 8 ohms 80 വാട്ടാണ് ഇത് ഓഡിയോ എക്സ് വരുന്നത്. പിന്നെ വരുന്നത് സ്വീറ്റനാണ്. സ്വീറ്റൺ വന്നിട്ട് 4 ohms 100 വാട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ചേട്ടൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ ചേട്ടനും കൂടെ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ആ ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതാണ് നമുക്ക് ആവശ്യം. സബ്സ്ക്രൈബേഴ്സാണ് മാക്സിമം വേണ്ടത്. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ എനിക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം ആണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും പ്രൊമോഷൻ വീഡിയോ ആണോ എന്നുള്ള. അല്ല, ഞാൻ പല കടകളിലും ചോദിക്കുന്നുണ്ട് ഇതുപോലെ റിവ്യൂ ചെയ്യാൻ തരുമോ എന്നുള്ളത്. അല്ല, എനിക്ക് തരുന്നത് SM ഇലക്ട്രോണിക്സ്, AB ഇലക്ട്രോണിക്സ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ പ്രോഡക്റ്റുകൾ റിവ്യൂ ചെയ്യാൻ തരുന്നത്. അത് പോയിട്ട് അവരുടെ ഇപ്പോൾ SM ഇലക്ട്രോണിക്സിൻ്റെ കയ്യിൽ നിന്ന് വെച്ചാൽ ബൾക്കായിട്ട് പ്രോഡക്റ്റുകൾ നിലവിൽ ഇപ്പോൾ ഓഡിയക്സ് ആയാലും അവാർഡായാലും സ്വീറ്റനായാലും എല്ലാ സാധനങ്ങളും നല്ല ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട് സാധനം. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെങ്കിലും തരാനായിട്ടുള്ള സാധനം ഇവിടെ ഉണ്ട്. അപ്പോൾ ശ്രീധരനാണ് ഇപ്പോൾ നിങ്ങളെ പുറകെ നിന്ന് വീഡിയോ എടുക്കുന്ന ശ്രീധരനാണ് എനിക്ക് വീഡിയോ ചെയ്തു തരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പോൾ അവാർഡായാലും ഇത് ഏതായാലും നിങ്ങൾക്ക് ഈ സാധനം ചെക്ക് ചെയ്ത് നോക്കി വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ സാധനം തരുന്നത്. ഇനി കൊറിയറായിട്ട് അയച്ചു തരുന്നെങ്കിൽ പോലും ചെക്ക് ചെയ്തിട്ടായിരിക്കും തരുന്നത്. അല്ലാതെ ചെക്ക് ചെയ്യാതെ വെറുതെ ബോക്സിലാക്കി അടച്ചു തരുന്ന പരിപാടിയല്ല ഇവിടെ ഉള്ളത്. ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാര്യം ആരെ പറ്റിക്കാനായിട്ട് പുള്ളി ശ്രമിക്കാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുത്തെ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ റിവ്യൂയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ 3 പ്രോഡക്റ്റുകൾ. 8 ഇഞ്ച് ഊഫർ കാണാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ റിവ്യൂയിലേക്ക് പോകാം ഫ്രണ്ട്സ്. ഇത് അവാർഡിൻ്റെ ഊഫറാണ്, 8 ഇഞ്ചാണ്, 4 ohms 80 വാട്ട് RMS ആണ് ഇതിൽ വരുന്നത്. കൂടാതെ തന്നെ ഇതിൽ നമുക്കിതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ വരുന്നത് പൗഡർ കോട്ട് പെയിൻറ്റിംഗ് ആണ്. അതിലൊന്നും ക്വാളിറ്റിക്ക് ഒരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, അതൊക്കെ ഓക്കെയാണ്. പിന്നെ ഇവിടെയാണ് ടെർമിനൽ വരുന്നത്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അത് അവർ കൃത്യമായിട്ടും ഇവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവും കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുൻഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ഒരു ഗോൾഡൻ കളറാണ്. പോളിപ്രൊപ്പലൈൻ എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അത് പേപ്പറല്ല, പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു കോൺ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അത്യാവശ്യം നല്ല റബ്ബർ സറൗണ്ടിങ് ആണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷതയായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നെയുള്ള ഡസ്റ്റ് ക്യാപ്പ് ഒരു പേപ്പർ വെച്ചിട്ടാണ്, നോർമലി ഉള്ളൊരു പേപ്പറാണ് ഡസ്റ്റ് ക്യാപ്പായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് ഓഡിയോ എക്സിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് ഓഡിയോ എക്സ് ആണ്. ഈ 3 പ്രോഡക്റ്റിലും ഇത് നമുക്ക് അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ലുക്കായിട്ടൊക്കെ തോന്നുന്നത് ഓഡിയോ എക്സ് തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡസ്റ്റ് ക്യാപ്പ് വരുന്ന രീതി ഇങ്ങനെയാണ്. ഒരു മൊത്തത്തിലൊരു ബ്രാൻഡിൽ, അപ്പോൾ നമുക്ക് പയനിയറിലൊക്കെ ചാമ്പ്യനിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഇതിലാണ്. നമ്മൾ സബ് വൂഫർ ബോക്സൊക്കെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ റബ്ബർ സറൗണ്ടിങ് നോക്കുന്നുണ്ടെങ്കിൽ ഇതിനെയും വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ രണ്ടും സെയിം തന്നെയാണ്. ഏകദേശം ഒരേ അളവ് തന്നെയാണ് ആ ഒരു റബ്ബർ സറൗണ്ടിങ്ങിൽ വരുന്നത്. പിന്നെ ഇതിൽ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 8 ohms 80 വാട്ടാണ് വരുന്നത്. ഇത് 4 ohms 80 വാട്ട്, ഇത് 8 ohms 80 വാട്ട്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് വരുന്നത്. അതായത് നമുക്ക് ബ്രിഡ്ജ് ചെയ്ത ഇപ്പോൾ TDS 2030 ഒക്കെ ബ്രിഡ്ജ് ചെയ്ത ബോർഡിലൊക്കെ നമുക്കിത് സുഖമായിട്ട് യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് ചെയ്ത ബോർഡുകൾക്ക് ഇത് പക്കയായിരിക്കും. 8 ohms എപ്പോഴും ബ്രിഡ്ജ് ചെയ്ത ബോർഡുകൾക്കാണ് പറയുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇതിൻ്റെ പുറകിലോട്ടൊന്ന് പോകാം. കൂടെ അതിൻ്റെ പുറകുവശം വരുന്നത് എങ്ങനെയാണ്, ബാക്കിൽ അതിൻ്റെ ബ്രാൻഡിങ് കാണിച്ചിട്ടുണ്ട്. മോഡൽ നമ്പർ AX 9908 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. 80 വാട്ട് RMS, 160 വാട്ട് മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് മാർക്കിംഗ് ആണ്, 8 ohms മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇവിടെയാണ് നമ്മളതിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ടുള്ള പോസിറ്റീവ് ഈ സൈഡ്, നെഗറ്റീവ് ഈ സൈഡാണ് കൊടുക്കാനുള്ളത്. അത് വളരെ കൃത്യമായിട്ട് അവരവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ നമ്മുടെ അവാർഡിലുള്ളതുപോലെ തന്നെ പൗഡർ കോട്ടിംഗ് പെയിൻറ്റിങ് ബാക്കിൽ ഫ്രെയിമിലൊക്കെ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കൂടാതെ ഇതിൻ്റെ കോൺ വരുന്നത് പേപ്പറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്.
കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ബ്രാൻഡ് ലുക്ക് നമുക്ക് ഇവിടെ തോന്നുന്നത്. ഇപ്പോൾ പയനിയർ പോലെയുള്ള സബ് വൂഫറിൻ്റെ ഒരു ലുക്ക് നമുക്ക് ഈ ഓഡിയോ എക്സിന് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വർക്കിംഗ് നമുക്ക് ആ രീതിയിൽ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന സ്വീറ്റനാണ്. സ്വീറ്റൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം സറൗണ്ടാണ് വരുന്നത്. ഇതിന് റബ്ബർ സറൗണ്ടാണ് വരുന്നത് എന്നെങ്കിൽ ഇതിനകത്ത് ഫോം സറൗണ്ടാണ് വരുന്നത്. കൂടാതെ തന്നെ ഇതിലൊരു ഗ്രേ കളർ പേപ്പർ തന്നെയാണ് ഇതിനും വരുന്നത്. ഡസ്റ്റ് ക്യാപ്പ് കുറച്ച് വ്യത്യാസം. കാര്യം എന്ന് വെച്ചാൽ ഡസ്റ്റ് ക്യാപ്പ് പരന്ന രീതിയിലുള്ള ഒരു ഡസ്റ്റ് ക്യാപ്പാണ് ഇതിനകത്ത് വരുന്നത്. അവാർഡിൽ വരുമ്പം ഈ രീതിയിലും ഓഡിയോ എക്സിൽ ഈ ഒരു രീതിയിലാണ് ഡസ്റ്റ് ക്യാപ്പ് വരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് കുറച്ച് ചെറുതാണ്, പക്ഷേ ഈ പരന്ന രീതിയിലാണ് വരുന്നത് എന്നുള്ളതാണ്. ഫ്രണ്ട്സിൻ്റെ പവർ പറയുന്നത് 100 AES ആണ് ഇതിൻ്റെ ഒരു പവർ പറയുന്നത്. 200 വാട്ട് പീക്ക് പവറാണ് അവരിവിടെ കാണിച്ചിട്ടുള്ളത്. 4 ohms ആണ് വരുന്നത്. സ്വീറ്റൻ്റെ എല്ലാ ഓഫറുകളും AES എന്ന് പറയുന്ന കണക്കിലാണ് അവർ അതിൻ്റെ പവർ പറയുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ 100 വാട്ടാണ് പറയുന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊരു 100 വാട്ടിൻ്റെ ഓഫറിൽ നമുക്കൊരു 70-80 വാട്ട് നമുക്ക് ലോഡ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ തന്നെയാണ്, ഇതിലെല്ലാത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ ഇതിൽ 80 വാട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, മാക്സിമം പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 50-60 വാട്ട് കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ നോക്കുന്ന സമയത്ത് വാട്ട്സ് കൂടുതൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഓഫർ ഇതാണ്. പക്ഷേ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ്. അതായത് വർക്കിംഗ് സമയത്ത് ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു റെഡ് കളർ പോലത്തെ ഒരു കളറാണ്. നല്ല ക്വാളിറ്റിയുള്ള പൗഡർ കോട്ടിങ് പെയിൻറ്റിങ്. ഇത് നമ്മൾ 3 നോക്കിയപ്പോഴും എനിക്ക് നല്ല ക്വാളിറ്റിയുള്ളൊരു പൗഡർ കോട്ടിങ് പെയിൻറ്റിങ് ആയിട്ട് തോന്നിയത് സ്വീറ്റൻ്റെ പുറകിലുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. 2 പിന്നുകൾ ഒരേ വലിപ്പം പോലെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടുമാണ്. ഇതിൻ്റെ മുൻവശത്തേക്ക് വരുമ്പോൾ ഫോം സറൗണ്ടിങ് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫോം സറൗണ്ടിങ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുമ്പോൾ റബ്ബർ സറൗണ്ടിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവാർഡിലോട്ട് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്, റബ്ബർ സറൗണ്ടിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 3 പ്രോഡക്റ്റിൻ്റെയും ഏകദേശ സവിശേഷതകളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു വർക്കിങ്ങിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇത് 3 വെച്ച് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർഫോമൻസ് ലെവൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഓഡിയോ എക്സ് ആണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോക്സ് പക്കയറിയണം. ഇതിൻ്റെ അളവ് നമുക്ക് ഇൻ്റർനെറ്റിൽ, അതായത് പാരാമീറ്റർ, സ്വീറ്റൻ്റെ പാരാമീറ്റർ നമുക്ക് അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ മോഡൽ നോക്കിയിട്ട് ആ പാരാമീറ്റർ എടുത്ത് ബോക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ പെർഫോമൻസ് ആണ്. അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഓരോ ഓഫർ ഓരോ സ്വഭാവം കാണിക്കുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് സ്വീറ്റനാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് ഓഡിയോ എക്സ് ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് അവാർഡായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചെയ്യുമ്പോൾ ബോക്സ് പക്കയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് ഒരു പക്ഷേ ചിലപ്പോൾ ഇതിനെക്കാട്ടി നല്ലതായിരിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതായത് നിങ്ങളുടെ ചെവിയുടെ അനുസരിച്ചിട്ടാണ് അതൊക്കെ വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡാണ്. അവാർഡിൻ്റെ ഒരു ഫാൻസ് തന്നെ ഉണ്ട്. യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവാർഡിൻ്റെ ഫാൻസ് തന്നെ ഉണ്ട്. അപ്പോൾ അവർക്കും ഇത് ഓക്കെയാണ്. ഇത് കാര്യം എന്ന് വെച്ചാൽ ഇത് 4 ohms 80 വാട്ട് RMS ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ എനിക്കൊരു അഭിപ്രായം എന്ന് വെച്ചാൽ ഈ ഒരു കളർ മാത്രം ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. കളർ വേറെ ഏതെങ്കിലും കളർ ആയിരുന്നെങ്കിൽ കൊള്ളാം എന്നുള്ളത്. ചിലപ്പോൾ ഈ മോഡലിൽ ഇങ്ങനെ ആയിരിക്കാം വരുന്നത്. അവാർഡിൻ്റെ വേറെ മോഡലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഈ 8 ohms 8 ഇഞ്ചിൽ ഈ ഒരു കളർ ഇങ്ങനെയാണ് വരുന്നത്. അത് മാത്രമാണ് ഇതിലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അവരുടെ ഡിസൈൻ അങ്ങനെ ആയിരിക്കാം. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സാധനം ഓഡിയോ എക്സ് തന്നെയാണ്. കാണാൻ ഒരു പക്ക ബ്രാൻഡ് ലുക്കുണ്ട്. ഓഡിയോ എക്സ് ഒരു ബ്രാൻഡ് തന്നെയാണ്, നമ്മുടെ ബഡ്ജറ്റ് ലെവലിലുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. എന്നാലും ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള പ്രോഡക്റ്റ് പോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. കാര്യം എൻ്റെ ഡിസൈനൊക്കെ പക്ക ഡിസൈനിങ് ആണ്. പൗഡർ കോട്ടിങ് പെയിൻറ്റിങ് എല്ലാം പക്കയാണ്, സാധനം പൊളിയാണ്. അപ്പോൾ നമുക്കിൻ്റെ മാഗ്നറ്റ് ഇനി നോക്കാം. മാഗ്നറ്റിൽ ഏറ്റവും വലിപ്പം കൂടിയ മാഗ്നറ്റ് എന്ന് പറയുന്നത് അവാർഡിൻ്റെ മാഗ്നറ്റാണ് ഏറ്റവും വലിപ്പം കൂടുതലായിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞുള്ള വലിപ്പം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ എക്സിനാണ്. പിന്നെ ഏറ്റവും ചെറുത് വരുന്നത് സ്വീറ്റനാണ്. എന്നാലും ഇനി ഓഡിയോ എക്സിൻ്റെ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള വേറൊരു മോഡലുണ്ട്. ഇപ്പം നമുക്കത് ഇവിടെ അവൈലബിൾ അല്ല, ഗോഡൗണിലാണ്. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിൻ്റെ മാഗ്നറ്റ് എന്ന് വെച്ചാൽ നല്ല വലിപ്പമുള്ള ഹെവി മാഗ്നറ്റാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഊഫറിൻ്റെ വർക്കിങ്ങിന് മാഗ്നറ്റ് ഒരു വലിയ ഘടകമാണ്. മാഗ്നറ്റിൻ്റെ പവർ ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ അവാർഡിൻ്റെ മാഗ്നറ്റ് കുറച്ചുകൂടെ വലുതാണ്, ഓഡിയോ എക്സിൻ്റെ കുറച്ച് ചെറുതാണ്. പക്ഷേ പെർഫോമൻസ് ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഡിയോ എക്സ് ആണ് കുറച്ചും കൂടെ നല്ലൊരു പെർഫോമൻസ്. ഇപ്പോൾ നമുക്ക് ഏത് ബോക്സ് വെച്ചാലും നമുക്ക് നല്ല രീതിയിൽ വർക്കിംഗ് ആയിട്ട് ഫീൽ ആവും എന്നുള്ളതാണ് ഓഡിയോ എക്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്.
ഇതിൻ്റെയൊക്കെ വില 1500 താഴെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താലോ വിളിക്കുകയോ ചെയ്യാം. വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു 11 മണിക്ക് ശേഷം നിങ്ങൾ വിളിക്കുക. വാട്സപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വാട്സപ്പ് ചെയ്യാം. ഫ്രീ തടം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും തന്നെയാണ് നമ്മളെ ഇന്നത്തെ റിവ്യൂ. ചെറിയ റിവ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ വീണ്ടും പറയുന്നത് 1500 താഴെയാണ് ഇതിൻ്റെ വില. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ SM ഇലക്ട്രോണിക്സിൻ്റെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിച്ചിട്ട് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വിളിക്കാം. നിങ്ങൾക്ക് രണ്ടും ചെയ്യാം. വേണമെന്നുള്ള ആൾക്കാർ മാത്രം വിളിക്കുക. ചില ആൾക്കാർ വിളിച്ചിട്ട് സംശയം ചോദിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചോദിക്കും. പക്ഷെ ആരും സാധനം വാങ്ങുന്നില്ല. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് അത്യാവശ്യം നല്ല വലിയ കടയാണ്, നല്ല പ്രോഡക്റ്റുകളുള്ള കടയാണ്. അപ്പോൾ മൊത്തം ഡീൽ ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും നിങ്ങളെ വിളിച്ച് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുന്നത്. അപ്പം ഒരുപാട് സമയം വേസ്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജെന്യുവനായിട്ടുള്ള വാട്സപ്പ് ചെയ്യുക. ജെന്യുവനായിട്ടുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവർ റിപ്ലൈ തരുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ 3 പ്രോഡക്റ്റുകളും നല്ല പ്രോഡക്റ്റുകൾ തന്നെയാണ്. ഓരോ ആൾക്കാർക്ക് ഓരോ പ്രോഡക്റ്റുകളാണ് ഇഷ്ടം. എൻ്റെ ഒരു ഇഷ്ടം പോലെ എനിക്ക് ODX ആണ് ഇഷ്ടപ്പെട്ടത്. കാര്യം എല്ലാ ബോക്സിലും കറക്റ്റായിട്ട് നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ODXൻ്റെ 8 ഇഞ്ച് മാത്രമല്ല 12 ഇഞ്ചും 10 ഇഞ്ചൊക്കെ പക്ക പെർഫോമൻസ് ആണ്. ഞാൻ ബാക്കിയുള്ള ആ ഓഫർ 12 ഇഞ്ച് 10 ഇഞ്ച് ഇത് രണ്ടിൻ്റെ ഒരു റിവ്യൂ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിന്നീട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഇഷ്ടപ്പെട്ടു എങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ വീഡിയോ ഫേസ്ബുക്കിലും ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് കൃഷ്ണകിഷോർ HG എന്നാണ് എൻ്റെ പേര്. സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് കിട്ടും. നിങ്ങൾക്ക് അവിടെ പോയാലും ഈ സെയിം വീഡിയോ നിങ്ങൾക്ക് അവിടെയും കാണാൻ പറ്റും. ഇതുപോലുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക് വീഡിയോസാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം തന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ